6th മൊഡ്യൂളിൽ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എല്ലാവരും ഇതിൻ്റെ സിലബസ് നമ്മൾ KT യുടെ സിലബസ് നോക്കുകയാണെങ്കിൽ ടെലിഫോൺ സിസ്റ്റം എന്നുള്ള ഒരു സെഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ചെറിയ ഒരു പാർട്ടാണ്, തിയററ്റിക്കൽ പോർഷനാണ് കംപ്ലീറ്റ്ലി ടെലിഫോൺ സിസ്റ്റം. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇത്രയും ടോപ്പിക്സാണ് സിലബസിൽ. വാട്ട് ഈസ് എ ടെലിഫോൺ സിസ്റ്റം, വാട്ട് ആർ ദി ബേസിക് കോൾ പ്രൊസീജിയേഴ്സ്, what are the different types of tones used in a telephone switching, and what is a cordless telephone, what is DTMF or a dual tone multi frequency. So നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫസ്റ്റ് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെലിഫോൺ സെറ്റ്. നമുക്ക് ഫെമിലിയർ ആണ്. നമുക്ക് 2 ടൈപ്പ് ടെലിഫോൺ സെറ്റുകളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിലൊന്നാണ് 500 ടൈപ്പ് ടെലിഫോൺ ഓർ വി ക്യാൻ സേ റോട്ടറി ടൈപ്പ് ടെലിഫോൺ. സെക്കൻഡ് ടൈപ്പാണ് 2500 ടൈപ്പ് ടെലിഫോൺ or we can say DTMF telephone, dual tone multi frequency telephone. അപ്പോൾ 500 ടൈപ്പ് ടെലിഫോൺ നിങ്ങൾക്ക് ഫിഗറിൽ കാണാം. അതിൻ്റെ ബേസിക് വർക്കിംഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ കണ്ടാൽ കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ റോട്ടറി ടൈപ്പ് അല്ലെങ്കിൽ 500 ടൈപ്പ് ടെലിഫോൺ വർക്ക് ചെയ്യിക്കുന്നത്. Phone numbers 1 through 9 with a 0. You have to do all digits just like you do with a regular smartphone nowadays. But you can't just dial. You have to put your finger there and go clockwise to the stop and then release. So if I wanted to dial area code of 715, well, first you have to do the 1, 7, 1, 5. Each time I let go and goes back. Before it'll actually connect, I have to pick up the receiver, this is called. So you pick it up, and these 2 little buttons here are on springs, and they pop up, and now the phone is live. So now I dial 1, 1, 2, 3. സോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെയാണ് ഇത് ഡയൽ ചെയ്യുന്നത്. നമുക്ക് പഴയ ഫിലിംസൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ടെലിഫോൺസൊക്കെ ഫെമിലിയർ ആയിരിക്കും. വളരെ ക്ലിയർ ആണ്. നമുക്ക് ഒരു സ്പേസ് കാണാം. ഈ സ്പേസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 1, 2, 3, 4 എന്നുള്ള എല്ലാ നമ്പേഴ്സും നമുക്ക് ഡയൽ ചെയ്യാം. സോ ഞാൻ ഡയൽ ചെയ്യുന്ന ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. വളരെ ക്ലിയർ ആണ്. ഈ ഒരു കോമൺ പോയിന്റിലേക്ക് 1 എന്നുള്ള കീ പ്രസ് ചെയ്തിട്ട് നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഡയൽ ചെയ്യുകയാണെങ്കിൽ ഇത് തിരിച്ച് അതേ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചെത്തും 1 എന്നുള്ള. അപ്പോൾ നമുക്ക് ഓരോ നമ്പറിനും നമുക്കിതുപോലത്തെ ഒരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ ഒരു സ്പെസിഫിക് ടൈം ഇൻ്റർവെല്ലിൽ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡയൽ ചെയ്ത നമ്പർ 1 ആണോ 2 ആണോ 3 ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ നമുക്കിതിനെ ടിപ്പിക്കലി പറയാം ഇറ്റ് ഈസ് എ 500 ടൈപ്പ് ടെലിഫോൺ. സോ നമുക്ക് രണ്ടാമത് പഠിക്കാനുള്ള കോൺസെപ്റ്റ് 2500 ടൈപ്പ് ടെലിഫോണാണ്. നിങ്ങൾക്ക് ഫിഗറിൽ കാണാം 2500 ടൈപ്പ് ടെലിഫോൺ. ഇവിടെ നമ്മൾ ടിപ്പിക്കലി യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ DTMF എന്നുള്ള പ്രിൻസിപ്പിളാണ്. സോ വാട്ട് ഈസ് DTMF? DTMF ഈസ് ഡുവൽ ടോൺ മൾട്ടി ഫ്രീക്വൻസി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ ഡിജിറ്റിനും സ്പെസിഫിക് ആയിട്ടൊരു ഫ്രീക്വൻസി സെറ്റ് ചെയ്യും. ദ ഫ്രീക്വൻസി വിൽ ബി ദി കോമ്പിനേഷൻ ഓഫ് റോ ആസ് വെൽ ആസ് കോളം. റോയിൽ സെറ്റ് ചെയ്ത ഫ്രീക്വൻസിക്കും കോളത്തിൽ സെറ്റ് ചെയ്ത ഫ്രീക്വൻസിൻ്റെയും സമ്മായിരിക്കും നമ്മൾ നമ്പർ ഡയൽ ചെയ്യുന്ന നമ്പറിൻ്റെ ഫ്രീക്വൻസി. സോ ഈ കോൺസെപ്റ്റിനെ നമ്മൾ DTMF എന്ന് പറയും. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ടിപ്പിക്കലി DTMFൻ്റെ കോൺസെപ്റ്റ് ഇങ്ങനെയാണ്. നിങ്ങളിപ്പോൾ നോക്ക്, ഞാനിപ്പോൾ ഇതിൽ 12 ഡിജിറ്റ് 9 ഡിജിറ്റ് 10 ഡിജിറ്റും സ്റ്റാർ ഹാഷ് പിന്നെ ഓപ്ഷണലായിട്ടുള്ള ABCD എന്നുള്ള 4 ആൽഫബറ്റ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ സപ്പോസ് ഞാനിപ്പോൾ ഡയൽ ചെയ്യുന്ന നമ്പർ 1 ആണെങ്കിൽ ഇവിടെ എന്ത് പ്രോസസ്സാവും നടക്കുക? 1 ആണ് ഞാൻ ഡയൽ ചെയ്യുന്നതെങ്കിൽ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റോ ഫ്രീക്വൻസി ഉണ്ട്, ഒരു കോളം ഫ്രീക്വൻസി ഉണ്ട്. ഈ റോ ഫ്രീക്വൻസിയുടെയും കോളം ഫ്രീക്വൻസിയുടെയും സമ്മായിരിക്കും 1 എന്നുള്ള നമ്പറിനെ അസോസിയേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ആ ഒരു സം എന്ന് പറയുന്നത് 1ന് മാത്രം അസോസിയേറ്റ് ചെയ്യുന്ന നമ്പറാണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടിപ്പിക്കലി എനിക്ക് ഡയൽ ചെയ്യേണ്ടത് 0 ആണെങ്കിൽ 0 എന്നുള്ള നമ്പറിൻ്റെ പ്രത്യേകത അതിൻ്റെ റോ ഫ്രീക്വൻസി 941 ഹെർട്സും കോളം ഫ്രീക്വൻസി 1336 ഹെർട്സുമാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ 2 ഫ്രീക്വൻസീസിൻ്റെ സമ്മായിരിക്കും നമ്മൾ 0 ഡയൽ ചെയ്യുമ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഓരോ നമ്പറിനും ഓരോ പാറ്റേൺ അല്ലെങ്കിൽ ഓരോ ഫ്രീക്വൻസിയാണ് വരിക. ഒരു റോ ഫ്രീക്വൻസിയും ഒരു കോളം ഫ്രീക്വൻസിയും ആഡ് ചെയ്യും. ഈ രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ ഈ കോൺസെപ്റ്റിൻ്റെ പേരാണ് DTMF. അപ്പോൾ ഈ DTMF എന്നുള്ള ബേസിക് പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ടെലിഫോൺസിനെയും
നമുക്ക് 2500, അതിൻ്റെ ഹയർ വേർഷൻസ് ഒക്കെ ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് DTMF അല്ലെങ്കിൽ ഡുവൽ ടോൺ മൾട്ടി ഫ്രീക്വൻസി. സോ അപ്പോൾ നമ്മളിപ്പോൾ 2 ടൈപ്പ് ടെലിഫോൺസ് പറഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ആർ ദി ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രം ഓഫ് എ സ്റ്റാൻഡേർഡ് ടെലിഫോൺ സെറ്റ്. അപ്പോൾ നമുക്ക് ഏത് ടെലിഫോൺ പറയുകയാണെങ്കിലും ഈ സ്റ്റാൻഡേർഡ് ടെലിഫോൺ സെറ്റിൻ്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രം എങ്ങനെയാണെന്നാണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഫിഗർ പ്രകാരം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കാണാം. അതിൽ ഫസ്റ്റ് ബ്ലോക്കാണ് റിങ്ങർ, രണ്ടാമത്തെ ബ്ലോക്കാണ് ഓൺ ഓർ ഓഫ് ഹുക്ക്, മൂന്നാമത്തെ ബ്ലോക്കാണ് ഈക്വലൈസർ, നാലാമത്തെ ബ്ലോക്കാണ് ഹൈബ്രിഡ്. പിന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്പീക്കർ ഉണ്ട്, മൈക്രോഫോൺ ഉണ്ട്, ഇവിടെ ഒരു ഡയലിംഗ് സർക്യൂട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെ വർക്ക് ചെയ്യുന്നു ഓരോ ബ്ലോക്കും. സോ ഇതിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് റിങ്ങർ സർക്യൂട്ടാണ്. സോ വാട്ട് ഈസ് എ റിങ്ങർ സർക്യൂട്ട്? റിങ്ങർ സർക്യൂട്ട് വാസ് ഒറിജിനലി ആൻ ഇലക്ട്രോമാഗ്നറ്റിക് ബെൽ. ഒരു ടിപ്പിക്കൽ ബെല്ലായിരിക്കും നമ്മൾ റിങ്ങർ സർക്യൂട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് വളരെ ക്ലിയർ ആണ്, നമുക്ക് ഒരു കോള് വരികയാണെങ്കിൽ ആ കോള് വരുന്നു എന്നുള്ള ഐഡൻറ്റിഫിക്കേഷൻ ടിപ്പിക്കലി എന്തിലാവും ഉണ്ടാവുക? റിങ്ങർ. ഒരു കോള് നമുക്കൊരു ഇൻകമിങ് കോള് വരികയാണെങ്കിൽ റിങ്ങർ എന്നുള്ള ഒരു ബെല്ലായിരിക്കും ആക്ച്വലി ആദ്യം വർക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് റിങ്ങർ അല്ലെങ്കിൽ ഫസ്റ്റ് ബ്ലോക്ക്. അപ്പോൾ നമുക്ക് കോള് വരുന്നുണ്ടെങ്കിൽ ആ കോള് ഒരു ബെൽ രൂപത്തിൽ പുറത്തു വിടുകയാണെങ്കിൽ, ഒരു സൗണ്ട് പുറത്തു വിടുകയാണെങ്കിൽ ഈ സർക്യൂട്ടായിരിക്കും ബെൽ അല്ലെങ്കിൽ റിങ്ങർ. സോ രണ്ടാമത്തെ സർക്യൂട്ടാണ് ഓൺ ഓർ ഓഫ് ഹുക്ക്. ഓൺ ഓർ ഓഫ് ഹുക്ക് നിങ്ങൾ ടിപ്പിക്കലി എങ്ങനെയാണെന്ന് വെച്ചാൽ ജനറലി ഓൺ ഓഫ് ഹുക്ക് എന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റാൻഡേർഡ് ടെലിഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഓൺ ഓർ ഓഫ് ഹുക്കിൽ എൻ്റെ പ്രത്യേകത അത് ഒന്നെങ്കിൽ ഓപ്പൺ ആയിരിക്കും അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട് ഇറ്റ് ഈസ് എ സിമ്പിൾ STDP, സിംഗിൾ ത്രോ ഡബിൾ പോൾ സ്വിച്ചാണ് നമ്മൾ ഓൺ ഓർ ഓഫ് ഹുക്ക് സ്വിച്ചായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വളരെ ക്ലിയർ ആണ്. ടെലിഫോൺ നമ്മൾ യൂസ് ചെയ്യുന്ന മൊമെൻറ്റിൽ വെൻ ദ ടെലിഫോൺ ഈസ് ഇൻ യൂസ് ദ സ്വിച്ച് ഈസ് ക്ലോസ്ഡ് completing an electrical path through the microphone between the tip and ring of the local loop. നമ്മൾ ടെലിഫോൺ കറൻ്റ്ലി യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കറൻ്റ്ലി ടെലിഫോൺ നമ്മളിപ്പോൾ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മൊമെൻറ്റിൽ ഓൺ ഓഫ് സ്വിച്ചിൽ ഓൺ ഓർ ഓഫ് ഹുക്ക് സ്വിച്ചിൻ്റെ പ്രത്യേകത അത് ക്ലോസ്ഡ് ആയിരിക്കും. അത് ക്ലോസ്ഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇലക്ട്രിക്കൽ പാത്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതർവൈസ് നമുക്ക് പറയാം ദ സ്വിച്ച് ഈസ് മെക്കാനിക്കലി കണക്റ്റഡ് ടു ടെലിഫോൺ ഹാൻഡ്സെറ്റ് സോ ദാറ്റ് when the telephone is in idle the switch is open. അതായത് വളരെ ക്ലിയർ ആണ്, നമ്മൾ ടെലിഫോൺ നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ എന്തായിരിക്കും? ടിപ്പിക്കലി ഇതൊരു ഓപ്പൺ സർക്യൂട്ടായിരിക്കും. നമ്മൾ ടെലിഫോൺ കറൻ്റ്ലി യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊരു ക്ലോസ്ഡ് സർക്യൂട്ടായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ക്ലോസ്ഡ് സർക്യൂട്ട് ആണെങ്കിൽ എന്താവും സംഭവിക്കുക? ഈ രണ്ട് സ്വിച്ചുകളും ടിപ്പിക്കലി ക്ലോസ്ഡ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ റിങ്ങർ സർക്യൂട്ടിൽ നിന്ന് ഈക്വലൈസർ സർക്യൂട്ടിലേക്ക് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. വളരെ ക്ലിയർ ആണ്. മേ ബി ഇത് രണ്ടും ഓപ്പൺ ആണെങ്കിലോ റിങ്ങർ സർക്യൂട്ടും ഈക്വലൈസർ സർക്യൂട്ടും തമ്മിലുള്ള ഇലക്ട്രിക്കൽ പാത്ത് ഡിസ്കണക്റ്റ് ആയിട്ടുണ്ടാവും. വളരെ ക്ലിയർ ആണ്. ഓൺ ഓഫ് സ്വിച്ച് പറഞ്ഞാൽ ഒരു സിംഗിൾ ത്രോ ഡബിൾ പോൾ സ്വിച്ചാണ്. വളരെ ക്ലിയർ ആണ്. നമ്മൾ ടെലിഫോൺ യൂസ് ചെയ്യുന്ന മൊമെൻറ്റിൽ ഈ രണ്ട് സ്വിച്ചും ക്ലോസ് ആയിരിക്കും. ടെലിഫോൺ നമ്മൾ യൂസ് ചെയ്യാത്ത മൊമെൻറ്റിൽ രണ്ട് സ്വിച്ചും എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. സോ മൂന്നാമത്തെ ബ്ലോക്കാണ് ടിപ്പിക്കലി ഈക്വലൈസർ. നിങ്ങൾക്ക് തന്നെ അറിയാം, ഈക്വലൈസർ എന്ന് പറയുന്നത് ടിപ്പിക്കലി ഓൺ ഓർ ഓഫ് സ്വിച്ചിൻ്റെയും ഹൈബ്രിഡിൻ്റെയും ഇൻബിറ്റ്വീൻ ആയിട്ടുള്ള ബ്ലോക്കാണ്. ടിപ്പിക്കലി നമുക്ക് എന്തിനാവും ഈക്വലൈസർ യൂസ് ചെയ്യുക? ഈക്വലൈസർ ടിപ്പിക്കലി നോയ്സ് സപ്രഷന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇതിൽ നമ്മുടെ വോയിസിൽ എന്തെങ്കിലും നോയ്സ് വരുന്നുണ്ടെങ്കിൽ ആ നോയ്സിനെ സപ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ നോയ്സിനെ ടിപ്പിക്കലി സപ്രസ് ചെയ്യാനാണ് നമ്മൾ ഈക്വലൈസർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈക്വലൈസറിൻ്റെ ബേസിക് വർക്കിംഗ് ഇവിടെ എഴുതിയിട്ടുണ്ട്. Equalizers are the combinations of passive components that are used to regulate the amplitude and frequency response of voice signal. ഇത് തന്നെയാണ് ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻസും ഫ്രീക്വൻസി വേരിയേഷൻസും വരുന്നുണ്ടെങ്കിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നോയ്സിനെ സപ്രസ് ചെയ്യാനാണ് നമ്മൾ ടിപ്പിക്കലി ഈക്വലൈസേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടുത്ത ബ്ലോക്ക് എന്ന് പറയുന്നത് ഹൈബ്രിഡാണ്. സോ നിങ്ങൾ ഈ ഹൈബ്രിഡിൻ്റെ ബ്ലോക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം, ഹൈബ്രിഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ദർ ഇസ് എ 2-wire കണക്ഷൻ, ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ദർ ഇസ് എ 4-wire കണക്ഷൻ. ഈ 4-wire എന്ന് പറയുമ്പോൾ 2-wire സ്പീക്കറിനും 2-wire മൈക്രോഫോണും. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ മൈക്രോഫോണും സ്പീക്കറും. മൈക്രോഫോൺ ഈസ് എ ട്രാൻസ്ഡ്യൂസർ വിച്ച് കൺവേർട്സ് ഓഡിയോ സിഗ്നൽ ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ.
ഒരു ഓഡിയോ സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് മാറ്റുന്ന ഡിവൈസാണ് മൈക്രോഫോൺ. മൈക്രോഫോണിൻ്റെ നേരെ ഓപ്പോസിറ്റ് കോൺസെപ്റ്റ് ആകും ലൗഡ് സ്പീക്കർ ചെയ്യാം. ലൗഡ് സ്പീക്കർ ഈസ് എ ട്രാൻസ്ഡ്യൂസർ വിച്ച് കൺവേർട്സ് സൗണ്ട് എനർജി ഇലക്ട്രിക്കൽ എനർജി ഇൻ ടു സൗണ്ട് എനർജി. ഇലക്ട്രിക്കൽ എനർജീനെ സൗണ്ട് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ലൗഡ് സ്പീക്കറും, റിവേഴ്സ് കൺവേർഷൻ ചെയ്യുകയാണെങ്കിൽ അത് മൈക്രോഫോണും. അപ്പോൾ വളരെ ക്ലിയർ ആണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഹൈബ്രിഡ് ഈസ് ടിപ്പിക്കലി എ ബാലൻസ്ഡ് ട്രാൻസ്ഫോമർ വിച്ച് പ്രൊവൈഡ് എ ഫുൾ ഡ്യൂപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ. ഒരു ഫുൾ ഡ്യൂപ്ലക്സ് കമ്മ്യൂണിക്കേഷനാണ് ഹൈബ്രിഡ് പ്രൊവൈഡ് ചെയ്യുക, വിച്ച് പ്രൊവൈഡ് എ 2 to 4 വയർ ആൻഡ് 4 to 2 വയർ കണക്ഷൻ. അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഹൈബ്രിഡ് സർക്യൂട്ട്സിൻ്റെ നോട്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൈബ്രിഡ് നെറ്റ്വർക്ക് ഈസ് എ ടെലിഫോൺ സെറ്റ് is a special balanced transformer used to convert a 2-wire circuit into a 4-wire circuit and vice versa, thus enabling a full duplex operation over a 2-wire circuit. വളരെ ക്ലിയർ ആണ്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഹൈബ്രിഡ് സർക്യൂട്ടിൻ്റെ പ്രത്യേകത ഈക്വലൈസറിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന കണക്ഷൻ ഒരു 2-wire കണക്ഷനാണ്. ഹൈബ്രിഡിൻ്റെ റൈറ്റ് സൈഡിലുള്ള കണക്ഷൻ എന്താണ്? ഒരു 4-wire കണക്ഷനാണ്. 4-wire കണക്ഷൻ എന്ന് പറഞ്ഞാൽ സ്പീക്കറിലേക്ക് 2 കണക്ഷനും, അതായത് ഹൈബ്രിഡ് ടു സ്പീക്കർ ഒരു കണക്ഷനും, സ്പീക്കർ ടു ഹൈബ്രിഡ് ഒരു കണക്ഷനും, അതുപോലെ മൈക്ക് ടു ഹൈബ്രിഡ് ഒരു കണക്ഷനും, ഹൈബ്രിഡ് ടു മൈക്ക്. അപ്പോൾ ഒരു 4-wire ഇൻ്റർഫേസ് ആണ്. ഈ 2-wire ഇൻ്റർഫേസിനെ 4-wire ആയിട്ടും 4-wireനെ 2-wire ആയിട്ടും മാറ്റാൻ ഒരു ഫുൾ ഡ്യൂപ്ലക്സ് ട്രാൻസ്മിഷൻ പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മൾ ഹൈബ്രിഡ് യൂസ് ചെയ്യാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ടിപ്പിക്കലി ഒരു ബേസിക് ബ്ലോക്ക് ഡയഗ്രാം, ഒരു സ്റ്റാൻഡേർഡ് ടെലിഫോൺ സെറ്റിൻ്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം. റിംഗർ സർക്യൂട്ട്, ബെല്ല് അല്ലേ, ഓൺ ഓർ ഓഫ് സ്വിച്ച് എന്ന് പറയുന്നത് ഫോൺ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ക്ലോസ്ഡ് ലൂപ്പും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഒരു ഓപ്പൺ ലൂപ്പുമായിട്ട് മാറാനാണ് ഓൺ ഓർ ഓഫ് യൂസ് ചെയ്യുന്നത്. ഈക്വലൈസർ, നോയ്സ് സപ്രഷൻ. ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഒരു 2 to 4 and 4 to 2 വയർ ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യാൻ ഹൈബ്രിഡ് യൂസ് ചെയ്യും. ഇതിൻ്റെ താഴെ നിങ്ങൾക്കൊരു ഡയലിംഗ് സർക്യൂട്ട് കാണാം. ഈ ഡയലിംഗ് സർക്യൂട്ടിലായിരിക്കും നമ്മൾ നമ്പർ ഡയൽ ചെയ്യുന്നത്. ഇറ്റ് മേ ബി എ മെക്കാനിക്കൽ ഡയലർ ഓർ ടച്ച് ടോൺ കീപാഡ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഏത് ടൈപ്പ് കീപാഡ് ഇതിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് ടെലിഫോൺ സെറ്റിൻ്റെ ബേസിക് ഫങ്ഷണൽ ബ്ലോക്ക്. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ ഇതിൻ്റെ നോട്ട്സൊക്കെ നമുക്കിതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓരോന്നിൻ്റെയും. നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെലിഫോൺ സിഗ്നലിംഗ് ടോൺസ്. നമുക്ക് 4 ടോൺസ് ആണ് സിഗ്നലിംഗ് ടോൺസ് ആയിട്ട് പഠിക്കാനുള്ളത്. ഡയൽ ടോൺ, റിംഗിങ് ടോൺ, ബിസി ടോൺ ആൻഡ് നമ്പർ അൺഒബ്റ്റൈനബിൾ ടോൺ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് ഈ ഡയൽ ടോൺ, റിംഗിങ് ടോണിനൊന്നും ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം നമുക്ക് എന്ത് ടോൺ വേണമെങ്കിലും നമുക്ക് മാനുവലി സെറ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒരു സോങ് സെറ്റ് ചെയ്യാം. പക്ഷെ പണ്ടത്തെ ടെലിഫോണിൽ അങ്ങനെയല്ല. ഓരോന്നിനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫോർമാറ്റ് ഉണ്ട്, ഒരു സിഗ്നലിംഗ് പാറ്റേൺ ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും ടിപ്പിക്കലി ഡയൽ ടോൺ എന്നുള്ളത്? ഇനീഷ്യലി നമ്മളിപ്പോൾ റിങ് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി നമുക്ക് കേൾക്കാവുന്നതാണ് ഡയൽ ടോൺ എന്ന് പറയുന്നത് അല്ലേ. ഡയൽ ടോണിന് ശേഷമാണ് നമ്മൾ വിളിക്കുന്ന ആൾ ബിസി ആണോ അതോ എൻഗേജ്ഡ് ആണോ അതോ നമ്മൾ വിളിക്കുന്ന നമ്പർ നിലവിലില്ല എന്നൊക്കെ അറിയുന്നത് ഈ ഡയൽ ടോണിന് ശേഷമാണ്. അപ്പോൾ ഡയൽ ടോൺ എന്നുള്ളത് ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് കേൾക്കാൻ വരുന്ന ഒരു ടോണാണ്. ഡയൽ ടോണിന് നമ്മൾ ടിപ്പിക്കലി യൂസ് ചെയ്യുന്നത് ദർ ആർ 3 ഫ്രീക്വൻസീസ്. ഇതിൽ ഏതെങ്കിലും ഒരു സെറ്റ് ഫ്രീക്വൻസിയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഏതർ ഇറ്റ് ഈസ് എ 33 Hz, 50 Hz ഓർ 400 Hz ഫ്രീക്വൻസി ടോണാണ് നമ്മൾ ഡയൽ ടോൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഡയൽ ടോൺ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി സിഗ്നലിംഗ് ടോണാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഒരു ബ്രേക്ക് വരാത്ത രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് 33, 50 അല്ലെങ്കിൽ 400 Hz ഫ്രീക്വൻസി യൂസ് ചെയ്യുന്ന ഒരു ടോണാണ് ഡയൽ ടോൺ. സോ രണ്ടാമത്തെ ടോൺ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് എ റിംഗിങ് ടോൺ. അപ്പോൾ ഡയൽ ടോണും റിംഗിങ് ടോണും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആരെയാണോ വിളിച്ചത്, അപ്പോൾ അവർ ഫോൺ എടുക്കാൻ വില്ലിങ് ആണെങ്കിൽ ഇനീഷ്യലി, അല്ലെങ്കിൽ ഡയൽ ടോണിന് ശേഷം നമുക്ക് വരുന്നത് റിംഗിങ് ടോൺ ആയിരിക്കും. റിംഗിങ് ടോണിൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി ഇതിൻ്റെ പാറ്റേൺ നിങ്ങൾ നോക്കുക. 0.4 സെക്കൻഡ്, 0.4 സെക്കൻഡ്, 2 സെക്കൻഡ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ വളരെ ക്ലിയർ ആണ്. 0.4 സെക്കൻഡ് എന്നുള്ളത് ഈ ഒരു പാറ്റേൺ ആയിരിക്കും. വീണ്ടും 0.4 സെക്കൻഡ് ഈ ഒരു പാറ്റേൺ ആയിരിക്കും. ഇതിൽ ടിപ്പിക്കലി എങ്ങനെ വരിക എന്ന് വെച്ചാൽ ഫസ്റ്റ് 0.3 സെക്കൻഡ്, 0.1 സെക്കൻഡ് ഇങ്ങനെയാണ് വരിക.
0.3 സെക്കൻഡ് ഒരു കണ്ടിന്യൂസ് ടോൺ ആയിരിക്കും. 0.1 സെക്കൻഡ് എന്തായിരിക്കും, ഒരു സൈലൻ്റ് ആയിരിക്കും. വീണ്ടും ഇതുപോലെ തന്നെ. അപ്പോൾ ഇതേ രീതിയിലുള്ളൊരു പാറ്റേൺ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മൊത്തം 0.4 സെക്കൻഡ് ഉണ്ട്. മൊത്തം 0.4 സെക്കൻഡിൽ വളരെ കുറച്ച് മൈന്യൂട്ട് ടൈം ഇത് സൈലൻ്റ് ആയിരിക്കും. ബാക്കി കുറച്ച് 0.3 സെക്കൻഡോളം ഇതെന്തായിരിക്കും, ഒരു ടോൺ ആയിരിക്കും. അപ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് ഇത് കേൾക്കാൻ പറ്റുന്ന റിങ്ങിങ് ടോൺ? റിങ്ങിങ് ടോൺ എന്ന് പറഞ്ഞാൽ 2 ടോൺ കണ്ടിന്യൂസ് ആയിട്ട് വരും. ഈ 2 ടോണിൻ്റെ ഇടയിൽ ചെറിയൊരു സൈലൻസ് പീരീഡ് വരുന്നുണ്ട്, അതാണിത്. ഈ 2 ടോണിന് ശേഷം ഒരു 2 സെക്കൻഡ് ഇത് എന്താണ്, സൈലൻ്റ് ആണ്. വീണ്ടും 2 സെക്കൻഡ് സൈലൻറ്റിന് ശേഷം വീണ്ടും 2 കണ്ടിന്യൂസ് ടോൺ വരുന്നുണ്ട്. ഈ 2 കണ്ടിന്യൂസ് ടോണിൻ്റെ ഇടയിൽ ഒരു ചെറിയ സൈലൻസ് ഉണ്ടെങ്കിലും, അപ്പോൾ ഈ രീതിയിലുള്ളൊരു പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ഇതാണ് റിങ്ങിങ് ടോൺ. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് റിങ്ങിങ് ടോൺ നമ്മൾ യൂസ് ചെയ്യുന്നത് 400 ഹെർട്സ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് നമുക്കുള്ളതെങ്കിൽ നമുക്ക് പറയാം റിങ്ങിങ് ടോൺ. അപ്പോൾ ഞാൻ 2 ടോണുകൾ ഇപ്പോൾ പറഞ്ഞു. വാട്ട് ഈസ് എ ഡയൽ ടോൺ, വാട്ട് ഈസ് എ റിങ്ങിങ് ടോൺ. നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് ബിസി ടോൺ ആണ്. എന്തായിരിക്കും ബിസി ടോൺ? അപ്പോൾ ഡയൽ ടോണിന് ശേഷം ഒന്നെങ്കിൽ റിങ്ങിങ് ടോൺ വരാം, അല്ലെങ്കിൽ ബിസി ടോൺ വരാം. അപ്പോൾ മേ ബി എന്താണ്, നമ്മൾ വിളിക്കുന്ന ആൾക്ക് കോൾ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അയാൾ എൻഗേജ്ഡ് ആണെങ്കിൽ നമുക്ക് വരുന്നത് എന്തായിരിക്കും, ബിസി ടോൺ. അപ്പോൾ ബിസി ടോണിൻ്റെ പ്രത്യേകത, ബിസി ടോൺ എന്നുള്ളത് റിങ്ങിങ് ടോൺ ആയിട്ട് ഡിഫറൻസ് ഉണ്ട്. അതായത് മൊത്തം നമ്മൾ 1.5 സെക്കൻഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൽ 0.75 സെക്കൻഡ് റിങ്ങിങ്ങും 0.75 സെക്കൻഡ് സൈലൻറ്റും ആണെങ്കിൽ ഇതാണ് ടിപ്പിക്കലി ബിസി ടോൺ. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് മൊമെൻറ്റ് നിങ്ങൾ നോക്കുക, ഫസ്റ്റ് 0.75 സെക്കൻഡ് ഒരു ടോണാണ്. ഈ 0.75 സെക്കൻഡിന് ശേഷം അടുത്ത 0.75 സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്, സൈലൻ്റ് ആണ്. വീണ്ടും 0.75 സെക്കൻഡ് വന്നു, വീണ്ടും ഒരു സൈലൻസ് പീരീഡ് വന്നു. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളെ പാറ്റേൺ വരുന്നതെങ്കിൽ നമുക്കിതിനെ ടിപ്പിക്കലി പറയാം ദിസ് ഈസ് കോൾഡ് ബിസി ടോൺ. അപ്പോൾ നിങ്ങളോട് വരയ്ക്കാൻ ചോദിക്കാം ഏതൊക്കെ ടോൺസ് ഉണ്ട്, അതിനെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, അതിൻ്റെ പാറ്റേൺ വരയ്ക്കാൻ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വരയ്ക്കുക, ഇതാണ് ബിസി ടോൺ. സോ നെക്സ്റ്റ് 4ാമത്തെ ടോണാണ് നമ്പർ അൺഒബ്റ്റൈനബിൾ ടോൺ. എന്തായിരിക്കും നമ്പർ അൺഒബ്റ്റൈനബിൾ ടോൺ എന്ന് പറഞ്ഞാൽ? വളരെ ക്ലിയർ ആണ്. നമ്മൾ മേ ബി ഡയൽ ചെയ്ത നമ്പർ റോങ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കറൻ്റ് വിളിക്കുന്ന ആളുടെ ടെലിഫോണിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോൾ കണക്റ്റ് ആവാത്തൊരു മൊമെൻറ്റ് വരികയാണെങ്കിൽ നമുക്ക് ഈ ടോണിന് എന്ത് പറയാം, നമ്പർ അൺഒബ്റ്റൈനബിൾ ടോൺ. നമ്പർ അൺഒബ്റ്റൈനബിൾ ടോൺ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ഫ്രീക്വൻസിയാണ്. 400 ഹെർട്സ് ഫ്രീക്വൻസിയാണ് നമ്മൾ ടിപ്പിക്കലി ഇവിടെ യൂസ് ചെയ്യുക. 400 ഹെർട്സുള്ള ഒരു കണ്ടിന്യൂസ് ടോണാണ് നമ്മൾ നമ്പർ അൺഒബ്റ്റൈനബിൾ ടോണായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ആയിരുന്നു ഫസ്റ്റ് ടോണ്, പക്ഷെ ഇതിൻ്റെ ഡിഫറൻസ് ഈ 3 ഫ്രീക്വൻസീസിൽ ഏത് വേണമെങ്കിലും ഡയൽ ടോണിന് യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, 400 ഹെർട്സുള്ള കണ്ടിന്യൂസ് ടോൺ മാത്രമേ നമ്മൾ നമ്പർ അൺഒബ്റ്റൈനബിളിന് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ടെലിഫോൺ സിഗ്നൽ ടോൺസ് പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡയൽ ടോൺ, റിങ്ങിങ് ടോൺ, ബിസി ടോൺ ആൻഡ് നമ്പർ അൺഒബ്റ്റൈനബിൾ ടോൺ, 4 ടോണുകൾ അല്ലേ. സോ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ബേസിക് ടെലിഫോൺ കോൾ പ്രൊസീജിയർ. ഇത് നിങ്ങൾക്ക് തന്നെ എഴുതാം. ഇത് കുറേ സ്റ്റെപ്പായിട്ടൊക്കെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് തന്നെ എഴുതാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഫിഗറിൽ നിങ്ങൾക്ക് 2 ടെലിഫോൺ സെറ്റുകൾ കാണാം. അതിൽ ഒരു ടെലിഫോൺ സെറ്റ് കോളിംഗ് പാർട്ടി, ആരാണോ വിളിക്കുന്നത് അതാണ് കോളിംഗ് പാർട്ടി. കോൾഡ് പാർട്ടി, ആരെയാണോ വിളിക്കുന്നത് അതാണ് കോൾഡ് പാർട്ടി. അപ്പോൾ വളരെ ക്ലിയർ ആണ്. നമ്മളിപ്പോൾ ഒരു നമ്പർ ഡയൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കോളിംഗ് പാർട്ടിയും വിളിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ കോൾഡ് പാർട്ടിയും. വളരെ ക്ലിയർ ആണ്. അപ്പോൾ നമുക്കൊരു ടെലിഫോൺ ഉണ്ട്, either it may be a 500 ടൈപ്പ് ഓർ 2500 ടൈപ്പ് ടെലിഫോൺ. അപ്പോൾ ഈ 2 ടൈപ്പ് ടെലിഫോൺ നിങ്ങൾ നോക്കുകയാണെങ്കിലും 2 ഒരേ ടെലിഫോൺ ആണെങ്കിൽ നമ്മൾ ഇനീഷ്യലി കോളിംഗ് പാർട്ടിയിൽ നിന്ന് കോൾഡ് പാർട്ടിയിലേക്കാണ് നമ്മൾ കോളിന് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ വളരെ ക്ലിയർ ആണ്. ഇനീഷ്യലി ഈ ഒരു ഇൻ്റർഫേസിനെ നമുക്ക് ഒരു കണക്ടർ വഴിയാണ് നമ്മൾ ആദ്യം ഇതിനെ ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് എത്തിക്കുന്നത്. ഈ കണക്ടറിൻ്റെ പേരാണ് RJ11 കണക്ടർ. അപ്പോൾ നമ്മൾക്ക് കോളിംഗ് പാർട്ടിയുടെ ടെലിഫോണിൽ നിന്നൊരു RJ11 കണക്ടർ വഴി നമ്മൾ നമ്മുടെ ടെലിഫോൺ ലൂപ്പിനെ ഒരു ലോക്കൽ ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് പാസ് ചെയ്തു. അപ്പോൾ വളരെ ക്ലിയർ ആണ്. നമ്മൾ ആരെയാണോ വിളിക്കുന്നത് ആദ്യം കോൾ പോകുന്നത് എങ്ങോട്ടായിരിക്കും, ഈ ലോക്കൽ ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്കായിരിക്കും. അപ്പോൾ ഈ ലോക്കൽ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ നിന്നാണ് നമ്മുടെ കോൾ ഡൈവേർട്ട് ചെയ്യാം. അപ്പോൾ വളരെ ക്ലിയർ ആണ്. നമ്മളിപ്പോൾ ഡയൽ ചെയ്ത് ഒരു 4 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ ആ 4 ഡിജിറ്റ് നമ്പർ ആണെന്നുള്ള ഇൻഫർമേഷൻ ആദ്യം എവിടെ എത്തും, ലോക്കൽ ടെലിഫോൺ ഓഫീസിലെത്തും. ഈ ലോക്കൽ ടെലിഫോൺ ഓഫീസിൽ നിന്നാണ് കോൾഡ് പാർട്ടിയെ ഡയൽ ചെയ്യാം. അപ്പോൾ
ഈ 4 അക്ക നമ്പറുകൾ ലോക്കൽ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ നിന്നാണ് ട്രാൻസ്ഫർ ആയി പോവുക. അപ്പോൾ മേ ബി നമ്മൾ ഡയൽ ചെയ്ത നമ്പർ റോങ് ആണെങ്കിൽ എന്താ വരും? നമ്മൾ ഡയൽ ചെയ്ത നമ്പർ റോങ് ആണെങ്കിൽ 4ാമത്തെ ടോൺ വരും അല്ലേ, നമ്പർ അൺഒബ്റ്റൈനബിൾ ടോൺ. മേ ബി നമ്മൾ ഡയൽ ചെയ്ത നമ്പർ കറക്റ്റാണ്, പക്ഷേ നമ്മൾ ഡയൽ ചെയ്ത കോൾഡ് പാർട്ടി കറൻ്റ്ലി ബിസി ആണെങ്കിൽ എന്ത് ടോണ് പ്രോസസ്സ് ചെയ്യും? 3rd ടോൺ അല്ലേ, 3ാമത്തെ ടോൺ അല്ലെങ്കിൽ ബിസി ടോൺ. അപ്പോൾ നമ്മൾ ഡയൽ ചെയ്ത നമ്പർ കറക്റ്റാണ്, അയാൾ കോളുകൾ എടുക്കാൻ ഫ്രീ ആണ്, അല്ലെങ്കിൽ ഡയൽ ടോണിന് ശേഷം അടുത്ത ഒക്കർ ചെയ്യാൻ ടോൺ ഏതായിരിക്കാം? 2ാമത്തെ ടോണ്, റിങ്ങിങ് ടോണ്. അപ്പോൾ മേ ബി ഈ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ നിന്ന് റിങ്ങിങ് ടോൺ വരാം, ബിസി ടോൺ വരാം, അല്ലെങ്കിൽ എന്ത് വരാം? നമ്പർ അൺഒബ്റ്റൈനബിൾ ടോൺ വരാം. എന്ത് ഇൻഫർമേഷൻ ആണെങ്കിലും തിരിച്ച് ടെലിഫോൺ എക്സ്ചേഞ്ചിൽ നിന്ന് കോളിംഗ് പാർട്ടിയിലേക്ക് തന്നെ ആ മെസ്സേജ് വരും അല്ലേ, എന്താണ് കോൾഡ് പാർട്ടിയുടെ റെസ്പോൺസ്. വളരെ ക്ലിയർ ആണ്. കോളിംഗ് പാർട്ടി കോൾ ചെയ്തു, RJ11 കണക്ടർ വഴി നമ്മൾ ഈ ഇൻഫർമേഷൻ ലോക്കൽ ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് എത്തിച്ചു. ലോക്കൽ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ നിന്ന് കോൾഡ് പാർട്ടിയെ ഡയൽ ചെയ്തു. കോൾഡ് പാർട്ടീൻ്റെ സ്റ്റാറ്റസ് തിരിച്ച് എങ്ങോട്ട് എത്തും? കോളിംഗ് പാർട്ടിയിലേക്ക് എത്തും. വെദർ ഇറ്റ് ഈസ് ഹീസ് ബിസി, വെദർ ദ നമ്പർ ഈസ് അൺഒബ്റ്റൈനബിൾ ഓർ വെദർ ദ നമ്പർ ഈസ് റിങ്ങിങ്, ഈ ഇൻഫർമേഷൻ കോളിംഗ് പാർട്ടിയിലേക്ക് തന്നെ എത്തും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ബേസിക് കോൾ പ്രൊസീജിയേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഈ കോൾ പ്രൊസീജിയേഴ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കുക. ഓക്കെ, നമ്മൾ അടുത്ത ടോപ്പിക്ക് പറഞ്ഞാണ് DTMF, ഡുവൽ ടോൺ മൾട്ടി ഫ്രീക്വൻസി നമ്മൾ പറഞ്ഞു അല്ലേ. സോ നമുക്ക് ലാസ്റ്റ് ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 6ാമത്തെ മൊഡ്യൂളിലെ കോഡ്ലെസ് ടെലിഫോണാണ്. സോ വാട്ട് ഈസ് എ കോഡ്ലെസ് ടെലിഫോൺ? നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ. കോഡ്ലെസ് ടെലിഫോണ് ടിപ്പിക്കലി നമ്മൾക്കൊരു ലാൻഡ് ഫോൺ ഉണ്ടെങ്കിൽ ആ ലാൻഡ് ഫോൺ നമുക്കൊരു മൊബൈൽ പോലെ യൂസ് ചെയ്യണം, ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസിൽ മാത്രം, അല്ലെങ്കിൽ വീട് നമ്മുടെ ഈ സറൗണ്ടിങ്ങിൽ മാത്രം നമുക്ക് നമ്മുടെ ടെലിഫോണിനെ ഒരു മൊബൈൽ ഫോണാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ യൂസ് ചെയ്യാം കോഡ്ലെസ് ടെലിഫോൺ. അപ്പോൾ ഒരു വയർലെസ് സ്കീം വഴി നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു വയർലെസ് മീഡിയം വഴി നമ്മൾ ടെലിഫോണിനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതായിരിക്കും ടിപ്പിക്കലി കോഡ്ലെസ് ടെലിഫോൺ. അപ്പോൾ എങ്ങനെയായിരിക്കും കോഡ്ലെസ് ടെലിഫോണിൻ്റെ വർക്കിംഗ്? ഈ കോഡ്ലെസ് ടെലിഫോൺ 2-3 തവണ KTUവിൽ റിപ്പീറ്റഡ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്ക് അല്ലെങ്കിൽ 7 മാർക്കിന് മാക്സിമം ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, കോഡ്ലെസ് ടെലിഫോൺ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമുക്കിവിടെ 2 ഫോണുകൾ കാണാം നിങ്ങൾക്ക് അല്ലേ. അതിൽ ഫസ്റ്റ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു ടെലിഫോൺ ഈ ഫിഗറിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. ഒരു ബേസിക് ടെലിഫോണാണിത്, ഒരു കോഡ്ലെസ് ടെലിഫോണാണിത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ബേസിക് ടെലിഫോണിനെ വയർലെസ് മീഡിയം വഴി വേറൊരു ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. അപ്പോൾ ഇതിനൊരു 2-way റേഡിയോ പ്രൊപ്പഗേഷൻ മീഡിയം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതിവിടെ ആരോയിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ ക്ലിയർ ആണ്. നമ്മുടെ ടിപ്പിക്കൽ ആയിട്ടുള്ള ബേസ് സ്റ്റേഷൻ യൂണിറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടെലിഫോണിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറേ ബ്ലോക്കുകൾ വരുന്നുണ്ട് അല്ലേ. ഒന്ന് ടെൽക്കോ ഇൻ്റർഫേസ്. എന്തായിരിക്കും ടെൽക്കോ ഇൻ്റർഫേസ്? ടെൽക്കോ ഇൻ്റർഫേസ് വഴിയായിരിക്കും നമ്മുടെ ടെലിഫോണ് സിഗ്നൽ വരുന്നത് അല്ലേ, അല്ലെങ്കിൽ ഒരു ഇൻകമിങ് കോൾ വരുന്നത്, ഒരു ഔട്ട് ഗോയിങ് കോൾ വരുന്നതൊക്കെ ടെൽക്കോ ഇൻ്റർഫേസ് വഴിയായിരിക്കും അല്ലേ. അപ്പോൾ ഈ ടെൽക്കോ ഇൻ്റർഫേസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ട്രാൻസ്മിറ്റർ ഉണ്ട്, ഒരു റിസീവർ ഉണ്ട്, ഒരു പവർ സപ്ലൈ ഉണ്ട്. അപ്പോൾ ഇതാണ് ടിപ്പിക്കലി നമ്മുടെ സ്റ്റാൻഡേർഡ് ടെലിഫോണിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കോഡ്ലെസ് ടെലിഫോണിൻ്റെ ബ്ലോക്ക് ഡയഗ്രം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ കോഡ്ലെസ് ടെലിഫോണിൻ്റെ ബ്ലോക്ക് ഡയഗ്രം നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കീബോർഡ് വരുന്നുണ്ട്. കീബോർഡിലാണ് നമ്മൾ ഈ നമ്പറുകൾ ഡയൽ ചെയ്യുന്നത് അല്ലേ, ഇതല്ല കീബോർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ട്രാൻസ്മിറ്റർ, റിസീവർ, ഒരു ബാറ്ററി. അപ്പോൾ ബാറ്ററി പവേർഡ് ആയിട്ടായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. ഇതുപോലെ ഇതിൽ എന്തുണ്ടായിരിക്കും? ഒരു മൈക്രോഫോൺ ഉണ്ടായിരിക്കും, ഒരു ലൗഡ് സ്പീക്കർ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, മേ ബി നമുക്കൊരു ഇൻകമിങ് കോൾ വരികയാണെങ്കിൽ എന്ത് പ്രോസസ്സ് നടക്കും? ആദ്യം നമ്മുടെ ബേസ് സ്റ്റേഷൻ യൂണിറ്റ് റിങ് ചെയ്യും അല്ലേ. അപ്പോൾ എന്താണ് ബേസ് സ്റ്റേഷൻ യൂണിറ്റ്? അപ്പോൾ ടെൽക്കോ ഇൻ്റർഫേസ് വഴി കണക്ഷൻ വരും. അപ്പോൾ ഇതിലെ ട്രാൻസ്മിറ്റർ വഴി നമ്മുടെ ടെൽക്കോ ഇൻ്റർഫേസ് ആയിരിക്കും ആദ്യം ആക്ടിവേറ്റ് ആവുക. നമ്മുടെ ബേസ് സ്റ്റേഷൻ യൂണിറ്റ് ആയിരിക്കും ആദ്യം ആക്ടിവേറ്റ് ആവുക. ഈ ബേസ് സ്റ്റേഷൻ യൂണിറ്റ് ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു 2-way റേഡിയോ വേവ് പ്രൊപ്പഗേഷൻ വഴി നമ്മുടെ കോഡ്ലെസ് ടെലിഫോൺ സെറ്റിലേക്ക് ഇൻഫർമേഷൻ എത്തും. അപ്പോൾ എത്താൻ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഈ കോഡ്ലെസ് ടെലിഫോണിലെ റിസീവർ വഴിയാണ് ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കാം. അപ്പോൾ നമ്മളൊരു ടിപ്പിക്കൽ സ്റ്റാൻഡേർഡ് ടെലിഫോൺ സെറ്റിനെ ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസിലേക്ക് വയർലെസ്ലി എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കോഡ്ലെസ് ടെലിഫോൺ എന്നുള്ള കോൺസെപ്റ്റ് യൂസ് ചെയ്യാം.
ഈ കോൺസെപ്റ്റ് ആണെങ്കിൽ നമുക്കൊരു സ്പെസിഫിക് ഏരിയയിൽ മാത്രം നമ്മുടെ ടെലിഫോൺ എന്തായിട്ട് യൂസ് ചെയ്യാം, മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കോഡ്ലെസ് ടെലിഫോണിൻ്റെ വർക്കിംഗ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മൊഡ്യൂള്, വളരെ ചെറിയൊരു മൊഡ്യൂളാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മളിപ്പോൾ ഓരോരോ ടോപ്പിക്സ് ആയിട്ട് പറഞ്ഞു. നിങ്ങളെ സിലബസിൽ പറയുന്നത് വാട്ട് ഈസ് ടെലിഫോൺ സെറ്റ്, ഏതൊക്കെ ടൈപ്പ് ടെലിഫോൺ സെറ്റുകൾ അവൈലബിൾ ആണ്, എന്തൊക്കെയാണ് അതിൻ്റെ കോൾ പ്രൊസീജിയേഴ്സ്, ഏതൊക്കെ ടൈപ്പ് ടോൺ ഉണ്ട്, എന്താണ് DTMF, എന്താണ് കോഡ്ലെസ് ടെലിഫോൺ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിൽ ഓരോന്നായിട്ട് നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് ചില തിയറി ആയിട്ടൊക്കെ ചോദിക്കാം, വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് ടെലിഫോൺ സെറ്റ്, ഒരു ടെലിഫോൺ സെറ്റ് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു എന്ന്. അത് നമുക്ക് തന്നെ പറയാലോ. ടെലിഫോൺ സെറ്റ് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു, ഒരു ബെല്ലായിട്ട് ആക്ട് ചെയ്യും, അതുപോലെ എന്തായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം 5-6 പോയിന്റ്സ് ഉണ്ട്. ഒരു ബേസിക് ടെലിഫോൺ സെറ്റിൻ്റെ ഫങ്ഷൻസ്: നോട്ടിഫൈ ദ സബ്സ്ക്രൈബേഴ്സ് വെൻ ദർ ഈസ് ആൻ ഇൻകമിംഗ് കോൾ വിത്ത് ആൻ ഓഡിബിൾ സിഗ്നൽ സച്ച് ആസ് ബെൽ. നമുക്കൊരു ഇൻകമിംഗ് കോൾ വരികയാണെങ്കിൽ ഒരു ബെല്ല് വഴി ഐഡൻറ്റിഫൈ ചെയ്യാൻ ടെലിഫോൺ സെറ്റ് യൂസ് ചെയ്യും. പ്രൊവൈഡ് എ സിഗ്നൽ ടു ദ ടെലിഫോൺ നെറ്റ്വർക്ക് വെരിഫൈയിങ് വെൻ ദ ഇൻകമിംഗ് കോൾ ഹാസ് ബീൻ അക്നോളജ്ഡ് ആൻഡ് ആൻസേർഡ്. അപ്പോൾ നമ്മൾക്ക് വന്നൊരു ഇൻകമിംഗ് കോള് നമ്മൾ അറ്റൻഡ് ചെയ്തു എന്നുള്ള ഇൻഫർമേഷനെ പാസ് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഒരു ടെലിഫോൺ സെറ്റ് യൂസ് ചെയ്യാം. കൺവേർട്ട് ദ സ്പീച്ച് സിഗ്നൽ ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ യൂസിങ് ലൗഡ് സ്പീക്കർ, യൂസിങ് എ മൈക്രോഫോൺ ആൻഡ് വൈസ് വേഴ്സ യൂസിങ് എ ലൗഡ് സ്പീക്കർ. അപ്പോൾ എനർജി കൺവേർഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാം, ടെലിഫോൺ സെറ്റ് യൂസ് ചെയ്യാം. പിന്നെ റെഗുലേറ്റ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് സ്പീച്ച് സിഗ്നൽ ദ കോളിംഗ് പേഴ്സൺ ഔട്ട്പുട്ട് ഇൻ ടു ടെലിഫോൺ ലൈൻ. വളരെ ക്ലിയർ ആണ്. നമ്മൾ ഈക്വലൈസർ പറഞ്ഞല്ലേ, ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻസ് അല്ലെങ്കിൽ ഫ്രീക്വൻസി വേരിയേഷൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാനും നമുക്ക് ടെലിഫോൺ സെറ്റ് യൂസ് ചെയ്യാം. പിന്നെ പ്രൊവൈഡ് ആൻ ഓപ്പൺ സർക്യൂട്ട് ടു ദി ലോക്കൽ ലൂപ്പ് വെൻ ദ ടെലിഫോൺ ഈസ് ഇൻ നോട്ട് ഇൻ യൂസ്. അപ്പോൾ നമ്മൾ ഓൺ ഓർ ഓഫ് സ്വിച്ചിൻ്റെ വർക്കിംഗ് പറഞ്ഞാണ്. യൂസ് ചെയ്യാത്ത മൊമെൻറ്റിൽ ഒരു ഓപ്പൺ സ്വിച്ചായിട്ടും യൂസ് ചെയ്യുന്ന മൊമെൻറ്റിൽ ഒരു ക്ലോസ്ഡ് സ്വിച്ചായിട്ടും ആക്ട് ചെയ്യാനും നമ്മൾ ടെലിഫോൺ സെറ്റാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പ്രൊവൈഡിങ് മീൻസ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് ആൻഡ് റിസീവിങ് കോൾ പ്രോഗ്രസ് സിഗ്നൽ ബിറ്റ്വീൻ സെൻട്രൽ ഓഫീസ് സ്വിച്ച്, സബ്സ്ക്രൈബർ, ഓൺ ഓഫ് സ്വിച്ച്, ബിസി റിംഗിങ്, ഡയൽ പൾസസ്, ടച്ച് ടോൺ, ഈ ഫങ്ഷൻസ് ഒക്കെ ചെയ്യാൻ നമുക്ക് ടെലിഫോൺ സെറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം ഇതിൽ ക്വസ്റ്റ്യൻ, ഇത്രയും കാര്യങ്ങൾ ചോദിക്കാം നിങ്ങൾ എക്സാമിന്. അപ്പോൾ നമ്മളിതിൽ യൂണിവേഴ്സിറ്റി KT യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ മെയിനായിട്ട് 5 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് DTMF. ഡുവൽ ടോൺ മൾട്ടി ഫ്രീക്വൻസി എങ്ങനെ വർക്ക് ചെയ്യുന്നു. 5 മാർക്കിന് April 2018 ചോദിച്ചിരിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ. അത് നമുക്ക് ചെയ്യാം. ആ DTMFൻ്റെ കീപാഡൊക്കെ വരച്ചിട്ട് എങ്ങനെയാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ, അതിൻ്റെ ഒരു ഫ്രീക്വൻസി, അതിൽ കറക്റ്റ് ഫ്രീക്വൻസിനെ മെൻഷൻ ചെയ്യണം നിർബന്ധമില്ല. 8 ഫ്രീക്വൻസീസ് വരണം. ആ 8 ഫ്രീക്വൻസീസിൻ്റെ കോമ്പിനേഷനാണ് ഓരോ നമ്പേഴ്സ് കാണിക്കണം. ഇത്ര DTMF ഉള്ളൂ അല്ലേ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഡയൽ ടോൺ. ബ്രീഫ്ലി ഡിസ്കസ് അബൌട്ട് ദ കോൾ ഇനീഷ്യേഷൻ പ്രൊസീജിയേഴ്സ്. ഡയൽ ടോണ് എന്താണെന്ന് വരയ്ക്കുക, ഡയൽ ടോണിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ നമ്മൾ കോളിംഗ് പാർട്ടീനെ കോൾഡ് പാർട്ടിയിലേക്ക് വിളിക്കുമ്പോൾ പ്രൊസീജിയേഴ്സ് പറഞ്ഞു, സ്റ്റെപ്സ്. ആ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക 5 മാർക്കിന്. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് കോഡ്ലെസ് ടെലിഫോൺ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ബ്ലോക്ക് ഡയഗ്രം. ഇത് 2 തവണ റിപ്പീറ്റഡായി ചോദിച്ച ക്വസ്റ്റൻ ആണ്. 5 മാർക്കിന് December 2018 5 മാർക്കിന് May 2019 ചോദിച്ച ക്വസ്റ്റൻ ആണ്. കോഡ്ലെസ് ടെലിഫോൺ വരയ്ക്കുക, അതിൻ്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രം വരയ്ക്കുക. നിങ്ങൾ ഓൺ വേർഡ്സിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അതിൽ ആ ബ്ലോക്ക് ഡയഗ്രത്തിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. അടുത്ത് നിങ്ങൾ നോക്കുക 4ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദി ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രം ഓഫ് സ്റ്റാൻഡേർഡ് ടെലിഫോൺ സെറ്റ്. ഒരു സ്റ്റാൻഡേർഡ് ടെലിഫോൺ സെറ്റ് വരയ്ക്കാം. ആ സ്റ്റാൻഡേർഡ് ടെലിഫോൺ സെറ്റിൻ്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രം, റിംഗറും ഓണർ ഓഫ് സ്വിച്ചും പിന്നെ ഈക്വലൈസറും ഒക്കെ വരുന്ന പാർട്ടില്ലേ, അതാണ് അതിൻ്റെ ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയുന്നത്. അത് വരച്ചത് എക്സ്പ്ലെയിൻ ചെയ്യാൻ 10 മാർക്കിന് ചോദിച്ച ക്വസ്റ്റൻ ആണ്, June 2017. അടുത്താണ് വാട്ട് ആർ ദി ബേസിക് ഫങ്ഷൻ ഓഫ് ടെലിഫോൺ സെറ്റ്. ടെലിഫോൺ സെറ്റിൻ്റെ ഫംഗ്ഷൻ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഒരു 6 പോയിന്റുകൾ പറഞ്ഞില്ലേ, ഈ പോയിന്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് യൂണിവേഴ്സിറ്റിക്ക് റിപ്പീറ്റഡ് ആയി ചോദിച്ചത്. അപ്പോൾ നമ്മൾ എൻറ്റയർലി 6ാമത്തെ മൊഡ്യൂളിലെ 2ാമത്തെ ചാപ്റ്റർ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി നിങ്ങൾ നോക്കുക, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് കാര്യങ്ങൾ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം.